ഹായ് എവരി വൺ, എല്ലാവർക്കും കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് മൊത്തത്തിൽ 23 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ 9 അപ്പൻഡിക്സുകളുണ്ട്, അപ്പൻഡിക്സസ്. ടോട്ടൽ 23 ചാപ്റ്റേഴ്സാണ്. കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് ടോട്ടൽ 23 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ 9 അപ്പൻഡിസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെ റൂൾസൊക്കെ പറയുന്നത്, അതായത് 1-1-1, 1-1-2 അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 1-1-1 എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് ചാപ്റ്റർ 1. ഇപ്പോൾ 1-1-1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ഫിഗർ സൂചിപ്പിക്കുന്നത് സെക്ഷനാണ്. രണ്ടാമത്തെ ഫിഗർ എന്താ സൂചിപ്പിക്കുന്നത്? സെക്ഷനാണ്. മൂന്നാമത്തെ ഫിഗർ സൂചിപ്പിക്കുന്നത് പാരയാണ്. അപ്പോൾ ഇവിടെ ചാപ്റ്റർ 1 സെക്ഷൻ 1 പാര 1. ഇപ്പോൾ 1-1-2 എന്ന് പറയുമ്പോഴോ ചാപ്റ്റർ 1 സെക്ഷൻ 1 പാര 2. ഇപ്പോൾ 9-5-6 9-5-6 എന്ന് പറയുമ്പോൾ 9 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 9-5-6 9 സൂചിപ്പിക്കുന്നത് ചാപ്റ്ററാണ്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും. 5 സൂചിപ്പിക്കുന്നത് സെക്ഷനാണ്, അതായത് ആ ചാപ്റ്ററിലെ 5ാമത്തെ സെക്ഷൻ. 6 സൂചിപ്പിക്കുന്നത് പാരയാണ്. അപ്പോൾ ആദ്യത്തെ ഫിഗർ ചാപ്റ്റർ, രണ്ടാമത്തെ ഫിഗർ സെക്ഷൻ, മൂന്നാമത്തെ ഫിഗർ പാരഗ്രാഫ്. അങ്ങനെയാണ്. ഇപ്പം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ 10-5-14 അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 10-5-14 അതിൽ 5 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 5 സൂചിപ്പിക്കുന്നത് സെക്ഷനെയാണ്. 10 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 10 സൂചിപ്പിക്കുന്നത് ചാപ്റ്ററിനെയാണ്. 14 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 14 സൂചിപ്പിക്കുന്നത് പാരഗ്രാഫിനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 1 എക്സ്റ്റെൻറ്റ് ഓഫ് ആപ്ലിക്കേഷനാണ്. ഇത് ചാപ്റ്റർ ഈ ചട്ടങ്ങൾ, അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഈ കോഡ് ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്? ഏത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ്? നമുക്കറിയാം, കേരളത്തിലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രധാനമായിട്ടും, അല്ലേ? കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് കണ്ടെയ്ൻസ് റൂൾസ് ഗവേണിംഗ് ദ പ്രൊസീജിയർ റിലേറ്റിംഗ് ടു ദ മെയിൻ്റനൻസ് ഓഫ് ഇനീഷ്യൽ അക്കൗണ്ട്സ് ആൻഡ് കമ്പൈലേഷൻ ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഓഫീസേഴ്സ് ഓഫ് ദ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ കേരള സ്റ്റേറ്റ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ടെക്സ്റ്റിൽ ബേസ്ഡ് ആയിട്ടാണ്. അതായത് ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ടെക്സ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അത് ഇത് വിത്ത് ബുക്കാണല്ലോ. ഇത് ടെക്സ്റ്റ് ഞാൻ അതേപോലെ തന്നെ കോപ്പി ചെയ്തതാണ്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഫോളോ ചെയ്താൽ മതിയാവും. ഇതുകൂടാതെ ഓരോ ചാപ്റ്ററിലെ മുൻവർഷ ചോദ്യങ്ങൾ, പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പരമാവധി ചോദ്യങ്ങൾ, ചാപ്റ്റർ വൈസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും ലഭ്യമാവും. എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നത് നമ്മുടെ ഒരു മൊബൈൽ ആപ്പ് വഴിയാണ്. അപ്പോൾ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ഉണ്ടാവും, ചാപ്റ്റർ വൈസ് പ്രീവിയസ് ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. അതുപോലെ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ചോദ്യങ്ങൾ നമുക്ക് PDF ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ആൻസർ കീയും ആപ്പിൽ കിട്ടും. പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസിൻ്റെയും ചോദ്യങ്ങളും അതിൻ്റെ ആൻസർ കീയും നമ്മുടെ മൊബൈൽ ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചാപ്റ്റർ 1 കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് ചാപ്റ്റർ 1 എക്സ്റ്റെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ഇതിൻ്റെ പ്രയോഗത്തിൻ്റെ പരിധിയാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കാണിത് ബാധകമായിട്ടുള്ളത്? ചാപ്റ്റർ 1 സെക്ഷൻ 1 പാര 1 ദ റൂൾസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് കോഡ് ഡിസ്ക്രൈബ് പ്രൈമർലി ദ പ്രൊസീജിയർ റിലേറ്റിംഗ് ടു ദ ഇനിഷ്യൽ ആൻഡ് കമ്പൈൽഡ് അക്കൗണ്ട്സ് ഓഫ് ദ ഓഫീസേഴ്സ് ഓഫ് ദ PWD ഡിപ്പാർട്ട്മെൻറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് കണ്ടെയ്ൻ it contain detailed accounting procedure followed in PWD. The rules contained in this code describe primarily the procedure relating to the initial and compiled accounts. അതായത് ഈ കോഡിലെ ചട്ടങ്ങൾ പ്രധാനമായിട്ടും മുഖ്യമായിട്ടും പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇനിഷ്യൽ അക്കൗണ്ട്സ്, പ്രാഥമിക അക്കൗണ്ടുകൾ, അതുപോലെ കമ്പൈൽഡ് അക്കൗണ്ട്സ്, സംയോജിതമായ അക്കൗണ്ടുകൾ, അത് സംബന്ധിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്.
The rules contained in this code describe primarily the procedure relating to the initial and compiled accounts of the offices of the Public Works Department. These rules are supplementary to the general rule in Volume 1 of the Kerala Financial Code. ഇത് അതായത് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 പൊതുചട്ടങ്ങൾക്ക് അനുബന്ധമാണ് ഇതിലെ റൂൾസ്. They are supplementary. The rules in this code are supplementary to the general rules in Volume 1 of the Kerala Financial Code. പരീക്ഷയ്ക്ക് ചോദിക്കും, ഏതിൻ്റെ സപ്ലിമെൻ്ററി ആണിത്? കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ്. These rules are supplementary to the general rules in Volume 1 of the Kerala Financial Code, which are applicable to that department. അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാധകമായിട്ടുള്ള PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാധകമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയിട്ടാണ് ഈ റൂൾസ് ഇറക്കിയിരിക്കുന്നത്. അൺലെസ് ദെയർ ബി സംതിങ് റെപ്പഗ്നൻ്റ് ഇൻ ദ സബ്ജക്റ്റ് ഓർ കോണ്ടക്സ്റ്റ് ഓർ ദാറ്റ് ദേ ആർ മോഡിഫൈഡ് ബൈ ദ റൂൾസ് ഇൻ ദിസ് കോഡ്. അതായത് അതിന് വിരുദ്ധമായിട്ട് മറ്റൊന്നും തന്നെ പ്രതിപാദിക്കാത്ത പക്ഷം ഇത് ഏത് റൂൾസിന് സപ്ലിമെൻ്ററിയാണ്? കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1. അതായത് അതിലെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ബാധകമായിട്ടുള്ള ചട്ടങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയിട്ടാണ് ഈ റൂൾസ് ഉള്ളത്, ഈ കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് വോളിയം 1. അടുത്ത ചാപ്റ്റർ 1 സെക്ഷൻ 1 പാര 2. വിത്ത് റിഗാർഡ് ടു ദ മാറ്റേഴ്സ് ഡെൽത്ത് വിത്തിൻ ദിസ് കോഡ്, ദ എക്സിക്യൂഷൻ ഓഫ് സെൻട്രൽ പബ്ലിക് വർക്ക്സ് എൻട്രസ്റ്റഡ് ടു ദ ഏജൻസി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വിൽ ബി റെഗുലേറ്റഡ്. അതായത് CPW സെൻട്രൽ പബ്ലിക് വർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കേന്ദ്ര പൊതുമരാമത്ത് പ്രവർത്തനങ്ങളുടെ നിർവഹണം. with regard to the matters dealt with in this code, the execution of the central public works entrusted to the agency of the state government will be regulated. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ഏൽപ്പിച്ചിരിക്കുന്ന കേന്ദ്ര പൊതുമരാമത്ത് പ്രവർത്തനങ്ങളുടെ നിർവഹണം അത് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റ് ടു ദ ഡയറക്ഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ അക്കൗണ്ട് കോഡ് വോളിയം 3 സെൻട്രൽ. അതായത് അതിൽ കേരള സെൻട്രൽ അക്കൗണ്ട് കോഡ് വോളിയം 3 ഉണ്ട്. അതിലെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് ബൈ റൂൾസ് മെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സെപ്റ്റ് വെയർ ഡിസ്റ്റിങ് പ്രൊവിഷൻസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ആൻഡ് കോഡ് ടു ദ കോൺട്രറി. അപ്പോൾ ഇത് അതായത് ഈ കോഡിൽ സംബന്ധിച്ചിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കേന്ദ്ര പൊതുമരാമത്ത് പ്രവർത്തനങ്ങളുടെ നിർവഹണം അക്കൗണ്ട് കോഡ് വോളിയം 2 നിർദ്ദേശങ്ങൾക്ക് 3 അക്കൗണ്ട് കോഡ് വോളിയം 3 സെൻട്രൽ റൂൾസിൽ ഉള്ള നിർദ്ദേശങ്ങൾക്ക് വിധേയമായി സംസ്ഥാന സർക്കാർ ചട്ടങ്ങൾ നിർമ്മിക്കാം. അത് പ്രകാരമാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അതിന് വിരുദ്ധമായിട്ട് മറ്റൊന്നും പറയാത്ത പക്ഷം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാര 2 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, അതായത് കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക് വർക്ക് അക്കൗണ്ട് കോഡുമായിട്ട് ബന്ധപ്പെട്ട് കേരള അക്കൗണ്ട് കോഡ് വോളിയം 3 അത് കേരള പബ്ലിക് വർക്ക് അക്കൗണ്ട് കോഡിൻ്റെ സപ്ലിമെൻ്റാണ്. ദ കേരള അക്കൗണ്ട് കോഡ് വോളിയം 3 കേരള അക്കൗണ്ട് കോഡ് തന്നെ എത്ര വോളിയമായിട്ട് തിരിച്ചിട്ടുണ്ട്? കേരള അക്കൗണ്ട് കോഡ് എത്ര വോളിയംസ് ഉണ്ട്? KAC കേരള അക്കൗണ്ട് കോഡ് 3 വോളിയംസ് ഉണ്ട്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, വോളിയം 2 അങ്ങനെ 3 വോളിയംസ് ഉണ്ട്. അതിൽ വോളിയം 3 ദ കേരള അക്കൗണ്ട് കോഡ് വോളിയം 3 സപ്ലിമെൻറ്റ് ഇറ്റ് ദ റൂൾസ് ഇൻ കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ്. അതായത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 3 കണ്ടെയ്ൻസ് ഓഡിറ്റർ ജനറൽസ് ഡയറക്ഷൻസ് ആണ് റിഗാർഡിംഗ് ദ ഇനിഷ്യൽ ആൻഡ് സബ്സിഡിയറി അക്കൗണ്ട്സ് ഇറ്റ് ബി കെപ്റ്റ് ആൻഡ് റെൻഡേഡ് ടു ദ ഓഡിറ്റ് അക്കൗണ്ട്സ് ബൈ PWD ഓഫീസേഴ്സ് ആൻഡ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആണ്. നമുക്കറിയാം കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 എന്താ പറയുന്നത്? അതിനുശേഷം നമുക്ക് 3 വരാം. അവിടെ വോളിയം 1 പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ജനറൽ പ്രിൻസിപ്പിൾസ്, നമുക്കത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൻ്റെ കൂടെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 പഠിക്കാനുണ്ട്. അതിലെന്താ പ്രതിപാദിക്കുന്നത്? കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഡീൽസ് വിത്ത് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്, പൊതുവായ ചില തത്വങ്ങളാണ്. ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അതുപോലെ വോളിയം 2 എന്താ പറയുന്നത്? കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ഡീൽസ് വിത്ത് വാട്ട്?
കേരള അക്കൗണ്ട് കോഡ് വോളിയം 2-ൽ ഇനിഷ്യൽ അക്കൗണ്ട്സ് ടു ബി കപ്റ്റ് ആൻഡ് റെൻഡേഡ് ബൈ ട്രഷറീസ് ടു ദി AG ആണ്. അതായത് ട്രഷറികളിലെ പ്രാഥമികമായ കണക്കുകൾ, അക്കൗണ്ടുകൾ എങ്ങനെ സൂക്ഷിക്കണം, അത് AGക്ക് സബ്മിറ്റ് ചെയ്യുന്ന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ട്രഷറി അക്കൗണ്ട്സ് റൂൾസാണ് വോളിയം 2-ൽ. കേരള അക്കൗണ്ട് കോഡ് വോളിയം 2-ൽ ട്രഷറിയുടെ അക്കൗണ്ട് റൂൾസാണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ഡീൽസ് വിത്ത് ഇനിഷ്യൽ അക്കൗണ്ട്സ് ടു ബി കപ്റ്റ് ആൻഡ് റെൻഡേഡ് ബൈ ട്രഷറീസ് ടു ദി AG ആണ്. എന്നാൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 3-യോ, വോളിയം 3 ഡീൽസ് വിത്ത് ഇനിഷ്യൽ അക്കൗണ്ട്സ് ടു ബി കപ്റ്റ് ആൻഡ് റെൻഡേഡ് ബൈ ഓഫീസേഴ്സ് ഓഫ് ദ PWD ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ദി AG ആണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 3 is supplement it to the rules in Kerala Public Work Account Code. The Kerala Account Code Volume 3 contains Auditor General's directions. അതിൽ CNTAGയുടെ നിർദ്ദേശങ്ങളാണ് regarding initial and subsidiary accounts to be kept and rendered to the audit and accounts by PWD officers and forest officers. അതായത് PWD ഓഫീസേഴ്സ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസേഴ്സ് അവരുടെ ഇനിഷ്യൽ അക്കൗണ്ട്സിൻ്റെ മെയിൻ്റനൻസ് സൂക്ഷിക്കുന്നത് സംബന്ധിച്ചിട്ട്, അത് സംബന്ധിച്ച് ഓഡിറ്റ് ഓഫീസർക്ക് അവർ സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റും അയക്കുന്നത്, അതാണ് കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് വോളിയം 3-ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ കേരള അക്കൗണ്ട് കോഡ് എത്ര വോളിയംസ് ഉണ്ട്? 3 വോളിയംസ് ഉണ്ട്. 3-ൽ എന്തൊക്കെയാണ് പറയുന്നത്? 3-ൽ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് ഓഫ് PWD ആൻഡ് ഫോറസ്റ്റ് ആണ് അല്ലേ? അതുപോലെ തന്നെ കേരള അക്കൗണ്ട് കോഡിൻ്റെ ഏത് വോളിയമാണ് സപ്ലിമെൻ്റ് ടു ദ കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ്? അതായത് കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് PWD കോഡിന് അനുബന്ധമായിട്ടുള്ളത് കേരള അക്കൗണ്ട് കോഡിൻ്റെ ഏത് വോളിയമാണ്? വോളിയം 3 ആണ് അല്ലേ? വോളിയം 3 ആണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ വീഡിയോ അതായിരിക്കും. അപ്പോൾ ചാപ്റ്റർ 1 ആണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അടുത്തൊരു വീഡിയോയിൽ ഈ ചാപ്റ്റർ 1-ലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വാട്സാപ്പിൽ വഴി അറിയിക്കുക.